ഹലോ ഗൈസ്, ഇത് ഞങ്ങളൊരു ഈവനിങ് വാക്കിന് വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. പക്ഷെ സമയം ഇപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. രാത്രി 10 മണിയാണ്. നമ്മുടെ ഈ ബിസി ലൈഫിൽ ഒന്നിനും വേണ്ടി സമയം നമുക്ക് കിട്ടാറില്ല. പക്ഷെ നമ്മൾ തന്നെ സമയം കണ്ടെത്തി നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയേ, നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്ന ഏരിയ. ഇത് ഈ ചെറിയൊരു സിഗ്നൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ എല്ലാം. നമ്മുടെ ഈ ബിസി ലൈഫിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ കുറച്ചെങ്കിലും വ്യായാമം നമ്മൾ ചെയ്യണം. ചെറിയ വാക്കിങ്ങോ ചെറിയ എക്സസൈസോ എന്തെങ്കിലും ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നടന്ന് നമ്മുടെ ഏരിയയിലേക്ക് വന്നു കേട്ടോ. ഇവിടെയാണ് നമ്മൾ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതാ ഈ ഏരിയ കണ്ടില്ലേ, കാണാൻ നല്ല രസമില്ലേ ഈ മരങ്ങളൊക്കെ. ഇതിൻ്റെ വള്ളി ഇങ്ങനെ പടർന്ന് താഴെ ഫുള്ള് നിലത്ത് വരെ വരും കേട്ടോ. രാത്രി 10 മണി കഴിഞ്ഞെങ്കിലും നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നമുക്കിവിടെ നടക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറച്ച് വ്യായാമം ചെയ്യേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ മിക്ക ദിവസങ്ങളിലും വന്ന് ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഞങ്ങൾ നടക്കാൻ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ച കേട്ടോ. മാരിയറ്റ് ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് ഇത് വരുന്നത്. നൈറ്റ് ടൈം ആയിക്കഴിഞ്ഞാൽ അബുദാബി സിറ്റി കാണാൻ നല്ലൊരു വൈബാണ്. ഫുൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ വന്ന പാടെ 1-2 റൗണ്ട് ഫിനിഷ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ തണുപ്പായി തുടങ്ങിയത് കൊണ്ട് നമുക്ക് വലിയ ക്ഷീണവും തോന്നുന്നില്ല, വിയർക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല രസമുണ്ട് നടക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ വർക്കൗട്ടുകളും ചെയ്തു കേട്ടോ. ഇതുപോലത്തെ ചെറിയ വർക്കൗട്ടുകൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കൂടുതൽ നേരം കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് യൂട്യൂബിൽ നോക്കി ഇഷ്ടം പോലെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്തു. ആപ്സിലാണ് കുറച്ച് ചെയ്തത്. ഇതിൻ്റെ ഇടയിലാണ് വേറൊരാളെ കണ്ടത്. ഒരു പൂച്ചക്കുട്ടനാണ്. പുള്ളി കഴുത്തിൽ മണിയൊക്കെ കെട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചപ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് നല്ല സ്നേഹത്തോടൊക്കെ പുള്ളി അടുത്ത് നിന്ന്. ഞാൻ കുറച്ച് നേരം തലയിലൊക്കെ തലോടി. ആരോ വളർത്തുന്ന പൂച്ചയാണെന്ന് തോന്നുന്നത്. മണിയൊക്കെ ഇട്ടിട്ടുണ്ട് കഴുത്തിൽ കേട്ടോ. എൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് നേരം പുള്ളിയുടെ തലയിലൊക്കെ തലോടി സ്നേഹിച്ചപ്പോഴേക്കും ആൾ അങ്ങ് പോകാൻ കൂട്ടാക്കിയില്ല കേട്ടോ. കുറേ നേരം കൂടെ എൻ്റെ കൂടെ നിന്ന്. അങ്ങനെ ലാസ്റ്റ് പുള്ളി എനിക്കൊരു ഫോട്ടോയും കൂടെ എടുക്കാൻ അവസരം തന്നു. ഞാൻ പുള്ളിയുടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയ കുറച്ച് വർക്കൗട്ടും കൂടെ ചെയ്തു. ഞങ്ങൾക്ക് ഏകദേശം പോകാനുള്ള സമയമായി കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറാണ് ഞങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്തുള്ളൂ. കൂടുതലും നടക്കുകയാണ് ചെയ്തത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഡെയിലി വന്ന് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.